നമ്മുടെ മലബാർ ഏരിയയിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കിംബോയ് അണ്ണന്റെ പരിപാടിയാണ് കേട്ടോ. എന്തായാലും ഇന്ന് കിംബോയുടെ കൂടെ മലബാറിലേക്ക് ഞാനും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പോൾ ഞാനും നമ്മുടെ ചങ്കും പിന്നെ കിംബോയും നമ്മൾ 3 പേരും കൂടെയാണ് കേട്ടോ യാത്ര ഇരിക്കുന്നത്. ഒരു മാരേജ് ഫംഗ്ഷൻ കളറാക്കാൻ വേണ്ടി പയ്യന്റെ കൂട്ടുകാരൊക്കെ ചേർന്നാണ് കേട്ടോ കിംബോയെ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് മലപ്പുറം എത്തിയിട്ടുണ്ട്. വന്നിറങ്ങിയില്ല, കിംബോയെ ഫാൻസ് ഒക്കെ വളഞ്ഞിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിയാൽ മതി, അതുവരെ കിടന്നുറങ്ങണം, അതാണ് പ്ലാൻ. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ജനറൽ ടിക്കറ്റ് എടുത്താണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ പരിചയക്കാരന്റെ ഒരു റൂമിലായിരുന്നു കേട്ടോ നമ്മൾ താമസിച്ചിരുന്നത്. അങ്ങനെ എന്തായാലും രാവിലെ എണീറ്റു. കിംബോയ് രാവിലെ തന്നെ ഓണാണ്. ഞാൻ കാണിച്ചു തരാം. കമോൺ ഇതാരാണെന്ന് അറിയുമോ? ഇതാണ് നമ്മുടെ ആഷിഖ് ബ്രോ കാട്ടുപൂശ്ശേരി തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഇത് കിം പാവൽക്കുറി തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഇപ്പൊ എവിടെ നിൽക്കുന്നത് അറിയുമോ? ഇതാണ് നമ്മ തിരൂരാണ് നിൽക്കുന്നത്. തിരൂർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. കിമ്മിന് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഒരു വലിയൊരു പ്രോഗ്രാമിന് വന്നതാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കണ്ട പൊളിക്കണം പൊളിക്കണം. നമ്മൾ ഈ നടന്ന് പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നമ്മൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് നമ്മളെ കണക്ട് ചെയ്ത് കിംബോയുടെ ഒരു കട്ട ആരാധകൻ എത്തിയിട്ടുള്ളത്. കിംബോയെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നതിന്റെ സന്തോഷം ആ മുഖത്തുണ്ട്. അങ്ങനെ സമയം 10 കഴിഞ്ഞു. ഓഡിറ്റോറിയത്തിൽ പോകണം. ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. ആരാധകരുടെ ശല്യം സഹിക്കാനാവാതെ കിമ്മണ്ണൻ ഒരു മാസ്ക് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണ ചെറുക്കന്റെ ചങ്ങായിമാര് വന്നിട്ടുണ്ട് കിമ്മണ്ണനെ വിളിക്കാനായിട്ട്. കോസ്റ്റ്യൂം ഒക്കെ മാറണം. അങ്ങനെ കിമ്മണ്ണനെയും കൊണ്ട് അവർ കാറിൽ പോയിട്ടുണ്ട്. ഞാനും നമ്മുടെ ചങ്കും ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. കിമ്മണ്ണൻ സർപ്രൈസ് ആയിട്ടേ വരും. എന്തായാലും ഇവിടുത്തെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഒന്നുറപ്പിക്കാം, ചെക്കന്റെ കട്ട ചങ്സ് ആണ് കേട്ടോ എല്ലാവരും. ഇനിയാണ് എൻട്രി. കിംബോയെ പയ്യന്മാരിതേ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ മനോജും ഉണ്ട് കേട്ടോ. എന്തായാലും പരിപാടി കളറാവും. പിന്നെ ഒന്നും പറയണ്ട, അവിടെ ഒരു ഉത്സവപ്പറമ്പ് പോലെയായി. Come on everybody. എന്തായാലും ഒരേ ബഹളം തന്നെ, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. അങ്ങനെ എല്ലാരും കൂടെ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. പിള്ളേര് ഫുൾ ഓൺ പവറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അങ്ങനെ പറ ഡാഡി. പാടാന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല. ആഹാ, come on ആന്റണി, പാടൂ. Come on man, come on please. Happy mangalam. Come on everybody. Happy mangalam. Pasino sajine tumende hridayam niranja vivaha mangala sansagal nerunnu. Angane atti polkuga atti marga basine. Angane atti polkuga atti marga sajine. Angane ayire kalamalla anjangal സോഷ്യൽ മീഡിയയിൽ വന്ന കിംബോയാണ് ഈ പറയുന്നത്. ഫസ്റ്റിലെ റീൽസ് തുടങ്ങി തിയേറ്റർ റിവ്യൂ കൂടെ നമ്മുടെ കല്യാണങ്ങളുടെ ഗസ്റ്റ് കൂടെ പല രീതിയിലും അടിച്ചു പൊളിച്ച് ഇപ്പൊ ആയി വരുന്ന കിംബോയ്, ബിഗ് ബോസിലും കയറാൻ പോകുന്ന കിംബോയ്. അങ്ങനെയാണ് അടുത്തതിനെ എടുക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. എന്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും. എല്ലാവരും പൊളിക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മനുഷ്യമൃഗം ആനത്തൃകോണം അങ്ങനെ 2-3 ഷോർട്ട് ഫിലിം ഉണ്ട്. ഇനി എന്റെ റൊമാൻസ് ഷോർട്ട് ഫിലിമും വരുന്നതായിരിക്കും. ഹാപ്പി നിക്കാഹ്, പൊടിച്ചെടുക്കണം നിക്കാഹ്, സൂപ്പറാക്കണം നിക്കാഹ്, അടിച്ചു പൊളിച്ച് നിക്കാഹ്. കിംബോയുടെ മനോജിന്റെയും പാട്ടൊക്കെ കൂടെ ആയപ്പോൾ കല്യാണം വൈബായിട്ടുണ്ട്. എല്ലാവരും സെലിബ്രിറ്റികളുടെ കൂടെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. നമ്മൾ എന്തായാലും കഴിക്കാൻ പോയി. മന്തിയും ബിരിയാണിയും ഒക്കെ ആയിട്ട് കിടിലൻ ഫുഡായിരുന്നു കേട്ടോ. അവിടെ സ്റ്റേജ് ഒക്കെ ഇപ്പോഴും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. ഇനിയും തീർന്നിട്ടില്ല ഈ ഫാൻസ് പിള്ളേരുടെയൊക്കെ കാര്യവേ. അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു കോൾ വന്നത്. നമ്മുടെ പരിചയക്കാരനാണ് വിളിക്കുന്നത്. കിംബോയെ കാണാൻ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുവാണ്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ പുള്ളിക്കാരനും നമ്മളും അടുത്തുള്ള കടയിൽ പോയി ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് പുള്ളിക്കാരന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി കണ്ട് സംസാരിച്ചിട്ടൊക്കെ നമ്മൾ തിരികെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അടുത്ത വണ്ടിക്ക് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. തീരെ തിരക്കില്ലാത്ത ട്രെയിൻ തന്നെ ഭാഗ്യത്തിന് കിട്ടിയത്. അതുകൊണ്ട് യാത്ര ഒക്കെ സുഖമായിരുന്നു. പാവം ഒരു സെലിബ്രിറ്റിയാണ് ഇവിടെ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് മറ്റേ മംഗലാപുരോ അതിലങ്ങ് പോയി. അപ്പൊ നിങ്ങളല്ലേ ഇല്ലി പറഞ്ഞത് അവിടെ ഇറങ്ങിയ. പിന്നെ ഇപ്പൊ ഈ രാജറാണി വരുമ്പോ അതിന്റെ സീറ്റ് കാണുന്നു. കിടന്നു വേണോ അതാ ഇരുന്ന് വേണോ? എല്ലാം ഒഴിഞ്ഞ ഒരു ബോഗി മൊത്തം ഒഴിഞ്ഞടക്കുകയാണെന്ന് ഓട്ടം പറഞ്ഞത്. ഇപ്പൊ ഞാൻ നിലമ്പൂർ എന്ന് പറയുന്ന സാധനമാണെന്ന് പറയുന്നത്. ഈ പരുവത്തിലെ ഈ വെട്ടിയിട്ട തടി പോലെയായി.
ഇവിടെ സീറ്റും ഇല്ല, ഒന്നുമില്ല. മറ്റേതായിരുന്നു ഇപ്പൊ വീട്ടിൽ എത്താറുണ്ട്. മറ്റേതായിരുന്നു ഇപ്പൊ പണ്ടേ ഇപ്പം ആ 2:30 കൊല്ലത്തെത്തി കിടന്നു അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. ഏത് എടുത്ത് പോണാ ട്രെയിനും. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ ഗൈസ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.